പത്തനംതിട്ടയിലെ വിശ്വാസികളുടെ വികാരം സംരക്ഷിക്കാൻ സുരേന്ദ്രനാകുമോ? വാഗ്ദാനങ്ങളുമായി ബി.ജെ.പിയും സുരേന്ദ്രനും ചൊവ്വാഴ്ച കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ എന്തായിരിക്കും നടക്കുക? പത്തനംതിട്ടയുടെ വിശ്വാസം രക്ഷിക്കാൻ സുരേന്ദ്രനാകുമോ? ശബരിമല വിഷയം വലിയ പ്രസ്റ്റീജ് വിഷയമായി എടുത്ത് ഇത്തവണ തിരഞ്ഞെടുപ്പിനെ സമീപിച്ച ബി.ജെ.പിക്കും എൻ.ഡി.എക്കും സുരേന്ദ്രനിലൂടെ മുഖം രക്ഷിക്കാനാകുമോ? അതായത് പലതവണ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞതാണ് ശബരിമല വിഷയം പ്രചരണായുധമാക്കരുത്. എന്നാൽ കോൺഗ്രസും ബി.ജെ.പിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ നിലപാടുമായി തന്നെ മുന്നോട്ട് പോയി. ഇതിനിടയിൽ പലയിടത്തും സ്ഥാനാർത്ഥികൾക്ക് ഈ വിഷയത്തിൽ ഒരുപാട് വിവാദങ്ങളിൽ പെടേണ്ടി വന്നു, പലയിടത്തും പഴുകേൽക്കേണ്ടി വന്നു, പലയിടത്തും നടപടി ഉണ്ടായില്ല. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പത്തനംതിട്ടയിൽ ഒരു ആവേശക്കടലാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്നപ്പോൾ കേരളം കണ്ടത്. പത്തനംതിട്ടയിലേക്ക് ഒരു വലിയ വിജയാരവത്തോടു കൂടി നടന്നു വരുന്ന ബി.ജെ.പി പ്രവർത്തകർ, അവരെ നയിക്കുന്ന അമിത്ഷാ, കെ സുരേന്ദ്രൻ, പി.സി. ജോർജ്, ഈ തിരഞ്ഞെടുപ്പ് മാജിക്ക് ഏതെങ്കിലും രീതിയിൽ വോട്ടായി പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം തുടക്കം മുതൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4ഇടത്ത്, അതായത് തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട, പാലക്കാട് മണ്ഡലങ്ങളിൽ ബി.ജെ.പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞെടുത്ത് ഇടയ്ക്ക് ബി.ജെ.പി നേതാക്കളുടെ ഇടയിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കുമോ? അവസാന നിമിഷം രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ? പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ തലസ്ഥാനം എന്നാണ് തിരുവനന്തപുരത്തെ പൊതുവിൽ വിശേഷിപ്പിക്കുന്നത്. മാറിയും മറിഞ്ഞും യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും അനുകൂലിച്ചിട്ടുള്ള മണ്ഡലം കഴിഞ്ഞ 2 ടേമുകളിലായി ശശി തരൂരിന് മാത്രമാണ് നെഞ്ചിലേറ്റിയിട്ടുള്ളത്. പക്ഷെ ഭൂരിപക്ഷത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതാണ് ബി.ജെ.പി ക്യാമ്പുകൾക്ക് ആശ്വാസം. പക്ഷേ കളം നിറഞ്ഞു തന്നെയാണ് ഇത്തവണ കളി. കഴിഞ്ഞ തവണത്തെ വിവാദങ്ങളൊന്നും ഇല്ല എന്നാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി ദിവാകരനും ഇടതുമുന്നണി അണികളും നേതാക്കളും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റായിട്ടുള്ള ഒരു മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക. അവസാന നിമിഷം രാഷ്ട്രീയ അന്തർനാടകങ്ങൾ ഉണ്ടായില്ലെങ്കിൽ തരൂരിന്റെ വിജയം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. വലിയ അടിയൊഴുക്കുകൾ, സാമുദായിക സമവാക്യങ്ങളൊന്നും മാറി മറിഞ്ഞില്ലെങ്കിൽ ഇത്തവണ ശബരിമല വിഷയത്തിലെ വികാരം തങ്ങൾക്ക് അനുകൂലമാകും. തിരുവനന്തപുരത്ത് വിജയം ഉറപ്പെന്ന ബി.ജെ.പിയും കണക്ക് കൂട്ടുന്നുണ്ട്. എൽ.ഡി.എഫും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വീണ്ടും പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ സുരേന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തരംഗം, ശബരിമല സമരനായകനെന്ന പരിവേഷം, കേന്ദ്ര നേതാക്കളുടെ ഒഴുക്ക്, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രചാരണം, ഇതൊക്കെ വലിയ ബലമായി നിൽക്കുമ്പോൾ മറുവശത്ത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒരു ഇഫക്റ്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മാത്രവുമല്ല പത്തനംതിട്ടയിലെ മലയോര ജനതയുടെ ജനമനസ് ആന്റോ ആന്റണിക്കൊപ്പം നിന്നത് ഇത്തവണ മാറാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ ശബരിമല വിഷയമാണ് ബി.ജെ.പി പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. അത് ക്രിസ്ത്യൻ വോട്ടുകളിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കും, പത്തനംതിട്ടയിലെ മുസ്ലിം ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കും, നായർ വോട്ടുകളിൽ തന്നെ പൂർണ്ണമായും വ്യക്തതയുണ്ടോ? സുകുമാരൻ നായർ ആദ്യം പറഞ്ഞതല്ല, രണ്ടാമത് പറഞ്ഞത്. സാമുദായിക സമവാക്യങ്ങളിൽ BDJS, SNDP വോട്ടുകൾ കെ സുരേന്ദ്രനൊപ്പം തന്നെ നിന്നാൽ മാത്രമേ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് സുരേന്ദ്രന് എത്താൻ സാധിക്കൂ എന്നിരിക്കെ ഇതൊക്കെ എങ്ങനെ വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത, അത് എൽ.ഡി.എഫിനും യു.ഡി.എഫിനും മാത്രം അനുകൂലമായി ചിന്തിച്ചിരുന്ന ജനമനസ് ഈ അടുത്ത കാലത്താണ് എൻ.ഡി.എക്ക് അനുകൂലമായി അവർ ചിന്തിച്ചു തുടങ്ങിയത്. അതൊക്കെ ഏത് രീതിയിൽ ഇത്തവണ വർക്കൗട്ട് ആവുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും പത്തനംതിട്ടയിൽ ശബരിമലയും വിഷയം തന്നെയാണ് ഇപ്പോഴും എൻ.ഡി.എയും സുരേന്ദ്രനും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ അവർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്നുള്ളതാണ് ഇവർ ആവർത്തിക്കുന്നത്. അത് ഏത് രീതിയിൽ നടപ്പാക്കാൻ സുരേന്ദ്രനാകും? സുരേന്ദ്രന് ഡൽഹിക്ക് പാർലമെന്റിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ പത്തനംതിട്ടയിലെ ജനങ്ങൾ തയ്യാറാകുമോ? അതറിയണമെങ്കിൽ 23 വരെ കാത്തിരിക്കേണ്ടി വരും.